ഉപ്പുതറ സർക്കാർ ആശുപത്രിയിൽ കിടത്തി ചികിത്സയും രാത്രികാല സേവനവും മുടങ്ങിയിട്ട് 3 മാസം കഴിഞ്ഞു. രാത്രികാലങ്ങളിൽ രോഗം വരുന്നവർ ചികിത്സയ്ക്കായി ഇപ്പോൾ സ്വകാര്യ ആശുപത്രിയെ സമീപിക്കേണ്ട ഗതികേടിലാണ്. ഡോക്ടർമാരുടെ കുറവാണ് തിരിച്ചടിയായിരിക്കുന്നത്. ഉപ്പുതറ സർക്കാർ ആശുപത്രിയുടെ ശോച്യാവസ്ഥ ഉടൻ പരിഹരിക്കുമെന്ന് നിയുക്ത പീരുമേട് MLA സിറിയക് തോമസ് ഇടുക്കി വിഷ്ണുവോട് പറഞ്ഞു. തോട്ടം മേഖലയായ ഉപ്പുതറയിലെ ഏക സർക്കാർ ചികിത്സാലയമാണ് ഉപ്പുതറ CHC. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തുണ്ടായ വിവാദങ്ങൾക്ക് ശേഷം നഷ്ടപ്പെട്ട പദവിയും സിവിൽ സർജനും ജീവനക്കാരും തിരിച്ചെത്തി. OPയും IPയും രാത്രികാല ചികിത്സയും ആരംഭിക്കുകയും ചെയ്തു. ആവശ്യത്തിന് ജീവനക്കാരും ഉണ്ടായിരുന്നു. 7 ഡോക്ടർമാരുടെ സേവനം ഇവിടെ ലഭിക്കുകയും ചെയ്തു. ആശുപത്രിയിൽ ഇന്ന് ഉള്ളത് 2 സ്ഥിരം ഡോക്ടറും 2 താൽക്കാലിക ഡോക്ടറും മാത്രമാണ്. ഓരോരോ ഡോക്ടർമാരായി സ്ഥലമാറ്റം വാങ്ങിപ്പോയി. ഡോക്ടർമാരുടെ സ്ഥലമാറ്റം തടയാൻ മെഡിക്കൽ ഓഫീസർ ശ്രമിച്ചുവെങ്കിലും മുൻ മന്ത്രി ഉൾപ്പെടെയുള്ളവരെ സ്വാധീനിച്ചാണ് ഡോക്ടർമാർ സ്ഥലം മാറിപ്പോയത്. ഇതോടെ മെഡിക്കൽ ഓഫീസർക്ക് രാത്രികാല ചികിത്സ നിർത്തേണ്ടി വന്നു. പുതിയ MLA ആയി സിറിയക് തോമസ് വിജയിച്ചതോടെ വീണ്ടും ആശുപത്രിയുടെ പ്രവർത്തനം പഴയ നിലയിൽ എത്തിക്കാൻ കഴിയുമെന്നാണ് ജനങ്ങളുടെയും മെഡിക്കൽ ഓഫീസറുടെയും പ്രതീക്ഷ. ആശുപത്രിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനായിട്ട് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യും. ഞാൻ ഇന്നലെ അവിടെ സന്ദർശിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ഡോക്ടർമാരുടെ അഭാവവും അതുപോലെ തന്നെ കിടത്തി ചികിത്സ അടക്കമുള്ള കാര്യങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലില്ല. അതിനൊരു മാറ്റം ഉണ്ടാകണം. ഇന്നലെ അവിടുത്തെ അവിടുത്തെ മെഡിക്കൽ ഓഫീസറുമായിട്ട് സംസാരിച്ചപ്പോൾ ആ ഡോക്ടർ കുറേ കാര്യങ്ങളൊക്കെ എന്നെ ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവിടുത്തെ പോരായ്മകൾ പരിഹരിക്കുന്നതിന് ശക്തമായിട്ടുള്ള നടപടികളും നടപടികളും സ്വീകരിക്കുന്നതാണ്. നിയുക്ത MLA സിറിയക് തോമസ് ഉപ്പുതറ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ സന്ദർശിച്ച ശേഷമാണ് ഇടുക്കി വിഷയോട് പ്രതികരിച്ചത്. ആശുപത്രിയിലെത്തിയ MLAയുടെ ജീവനക്കാർ ആശുപത്രിയിലെ പോരായ്മയും മറ്റും പങ്കുവച്ചു. മുഴുവൻ സമയം ഡോക്ടറുടെ സേവനം ആവശ്യപ്പെട്ട ജീവനക്കാരോടും ആശുപത്രിയിലെത്തിയ നാട്ടുകാരോടും ഇക്കാര്യത്തിൽ വേണ്ട ഉചിതമായ നടപടികൾ സ്വീകരിക്കാമെന്ന് നിയുക്ത MLA ഉറപ്പു നൽകിയാണ് മടങ്ങിയത്. ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.